ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മൂമെൻറ്റ് കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെയുണ്ട് പ്രഗ്നൻസി, ആ ജേർണി എങ്ങനെയുണ്ട് ഇതുവരെ? ഞാൻ ഈ ഫസ്റ്റ് റീലിലൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അടിപൊളി ഇതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കുടിച്ചാൽ പോലും ഞാൻ വൊമിറ്റ് ചെയ്യായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല, ഇന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വിശപ്പുണ്ടാവും, നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നും. പക്ഷെ കഴിക്കുമ്പോൾ ക്രേവിങ്സിന് ഞാൻ എല്ലാം മേടിച്ച് എൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പം ഞാനൊന്നും കഴിക്കില്ലായിരുന്നു. ഞാൻ മേടിക്കും, വീട്ടിലുള്ളവർ കഴിക്കും, അങ്ങനെയായിരുന്നു. അപ്പം ഇച്ചിരി ഹാർഡായിരുന്നു ആദ്യത്തെ ഒരു ട്രിമസ്റ്റർ. വലിയ പ്രശ്നം നോർമലായി വരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും വൊമിറ്റിംഗ് ഒക്കെ ഒത്തിരി ഭേദമാണ്. എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇന്ന ഭക്ഷണം അങ്ങനെ ആദ്യം എനിക്ക് എന്താ പറയാ, മീറ്റ്, ഫിഷ്, സീ ഫുഡ് ഒന്നും പറ്റില്ലായിരുന്നു. സാമ്പാർ, രസം ഇത് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെയും സാമ്പാർ, ഇഡ്ഡലി, ഉച്ചയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ മോരുകറി. രസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അത് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം കഴിക്കാൻ പറ്റും. ഈ പ്രഗ്നന്റ് ആണെന്ന് ആദ്യം പറഞ്ഞ ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു? ആരോടാ ഫസ്റ്റ് പറഞ്ഞത്? ഒബ്വിയസ്ലി ഹസ്ബൻഡിനോടല്ലേ പറയാ. സാധാരണ അമ്മയോടൊക്കെ പറയുന്ന ലേഡീസ് ഉണ്ട്, അതാണ് ചോദിച്ചത്. ഇല്ല, ഞാൻ ആദ്യം ഉണ്ണീട്ടിനോട്, ഹസ്ബൻഡിനോട് തന്നെ പറഞ്ഞേ. ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടില്ല. അപ്പൊ ആൾക്കൊരു ഐഡിയ ഇല്ല, ആൾക്കൊരു ഒരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാനിത് എൻ്റെ കയ്യിലുണ്ടെന്നോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നോ ഒന്നുമില്ല. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ പീരീഡ്സ് മാറിയപ്പോൾ തന്നെ കുറേ, പിന്നെ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തപ്പം ഞാൻ ആരോടത്തും പറഞ്ഞില്ല. ഈവൻ എനിക്ക് വീട്ടിലും ഞാൻ ചോദിച്ചില്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞില്ല. ഞാൻ വെറുതെ റാൻഡമായിട്ട് രാവിലെ എൻ്റെ കയ്യിൽ സാധനം ഇരിക്കുന്നുണ്ട്, ഞാൻ വളരെ റാൻഡമായിട്ട് മോർണിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ജൂലൈ കണ്ടപ്പോൾ ഞാൻ അത് ഷോക്ക്ഡായി. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ സർപ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതൊരു സർപ്രൈസ് ആയിട്ട് വേണം അറിയിക്കാൻ. അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നിയില്ല. ഭയങ്കര എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ അറിയണം. ഞാൻ ആ ചൂടോടെ പോയിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഉണ്ണിയേട്ടൻ പുറത്ത് ഞങ്ങളുടെ വീട്ടിലെ ഡോഗിനെ നടത്തിക്കാൻ കൊണ്ടുപോയിക്കായിരുന്നു. അപ്പോൾ ആള് നടത്തിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഞാൻ ഓടി പോയിട്ട് കണ്ണടക്കി ഞാനൊരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കണേ. ആള് ഭയങ്കര, ആൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മള് ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. പെട്ടെന്ന് ഇത് കണ്ടപ്പം ആളും ഭയങ്കര ഷോക്കായി. ശരിക്കും ആള് ചോദിച്ചു, ഞാൻ വല്ല പ്രാങ്ക് ചെയ്യുന്നതാണോ? അപ്പൊ ആള് ഇങ്ങനെ കുറെ തവണ റിയലി ശരിക്കും എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ആളുടെ കണ്ണൊക്കെ നിറഞ്ഞു, ഭയങ്കര ഹാപ്പി. പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും, ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും, ഞാനും ഹസ്ബൻഡും ഇവിടെ ആ സമയത്ത് അമ്മയൊക്കെ, ഇപ്പൊ എൻ്റെ പാരൻസ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ പാരൻസ് ആണെങ്കിലും ഗുരുവായൂർ, കോഴിക്കോട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടാ. പിന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ്റെതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരതും. ഇത് എനിക്ക് ഇനിയും ഭാവിയിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞിന് ഒരു പ്രായമാകുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും റിയാക്ഷൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും അമ്മമാര് കരഞ്ഞു. എന്റെയും അമ്മയും ഉണ്ണിയേട്ടൻ്റെ അമ്മയും വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു അല്ലേ? അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം, എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 4 years. അപ്പം ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും, കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ ചേച്ചി ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നമ്മൾ പ്ലാൻഡ് അല്ല എന്നും പറയുന്നുണ്ട്. ശരിക്കും പ്ലാൻഡ് അല്ലാത്ത സമയത്ത് ഒരു ബേബി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, ഈശ്വരാ ഇനി ഇന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം, എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഇത് കാണിക്കുമ്പം എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും പ്രിപ്പയർഡ് അല്ല ഞാൻ. ഒരു അമ്മയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈവൻ ഉണ്ണിയേട്ടനാണെങ്കിലും ആ ഒരു ഭാഗം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഫാമിലി എന്ന് പറയുമ്പോഴും സമയമായിട്ടില്ല. ഉണ്ണിയേട്ടൻ പറയണത് ആദ്യം ഈ കൊച്ചൊന്ന് വലുതാവട്ടെ എന്ന് പറയും. ഞാൻ വീട്ടിൽ ഭയങ്കര കുഞ്ഞാ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം എനിക്ക് എല്ലാവരും
പുണ്യേട്ടനെ കാണിച്ച പുണ്യേട്ടൻ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പി. എന്റെ പാരന്റ്സ്, എന്റെ ബ്രദേഴ്സ്, ഞങ്ങളുടെ സിബ്ലിങ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവരുടെ ഹാപ്പിനെസ് കണ്ടപ്പം എനിക്കിത് ആദ്യം എനിക്ക് അവരുടെ സന്തോഷമായിരുന്നു ഞാൻ എൻജോയ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റിയാലിറ്റിയില് കട്ടിയപ്പോ അയ്യോ ഞാനിങ്ങനെ കമ്മിറ്റ് ചെയ്ത അമ്മയാകാൻ പോവാണ്. അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഞാൻ കമ്മിറ്റ് ചെയ്ത വർക്കൊക്കെ എന്ത് ചെയ്യും, കുറെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള സിനിമ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇവരോടൊക്കെ എന്ത് പറയും. അപ്പോ അത് ഈ പറയുന്ന പോലെ പ്രിപ്പയർഡ് അല്ല, പ്ലാൻഡ് അല്ലാത്തതിന്റെ ഒരു ആദ്യം ഒന്ന് ഞാൻ ഇങ്ങനെ ഞാൻ പിന്നീട് ഉണ്ണിയേട്ടനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യാ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാൻ ഏട്ടനെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട്. പിന്നെ അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതായിരുന്നു എന്റെ. അതുവരെ എനിക്ക് ഓക്കെ ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു, എനിക്കൊരു ബേബി വരണം, അതൊന്നും എനിക്ക് അപ്പൊ തോന്നിയിട്ടില്ല. എപ്പോഴും പിന്നെ ഇത് റിലൈസ് ചെയ്ത് ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു, എനിക്കൊരു ബേബി വരാൻ പോകുന്നു. സ്കാനിങ്ങിന് പോകുന്ന സമയത്തും എനിക്ക് അങ്ങനെ അവര് സ്കാൻ ചെയ്യുമ്പോൾ മോണിറ്റർ അവരുടെ ഫേസ് ചെയ്തിട്ട് വെക്കുന്നു. പിന്നെ നമുക്കൊരു ഇത് തരുമല്ലോ, കോപ്പി തരുമല്ലോ, ഫോട്ടോ തരും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു സാധനം, ഞാനത് കാണുമ്പോഴും ഓക്കെ പ്രഗ്നന്റ്, എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു ഫീൽ. നമുക്ക് വയറ് വന്ന് തുടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തവണ സ്കാനിങ്ങിന് പോയ സമയത്ത് ഇതുപോലെ തന്നെ അവര് മോണിറ്റർ അവര് ഫേസ് ചെയ്തോണ്ട് വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ മേളിലേക്ക് നോക്കിയിട്ടൊക്കെ ഇത് കഴിയണല്ലോ. അപ്പൊ അത്രയും സമയം ഞാനിങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മോണിറ്റർ തിരിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പം ഇങ്ങനെ എന്താ പറയാ എന്തോന്ന് ഇങ്ങനെ ചാടി കളിക്കണം. അപ്പൊ ഞാൻ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബേബിയുടെ ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് ശരിക്കും അയ്യോ എന്റെ ഉള്ളിലൊരു ജീവൻ, ഞാൻ ഒരു അമ്മയാകുമ്പോൾ എന്റെ കുഞ്ഞ്, അങ്ങനെ ഒരു ഫീൽ തോന്നുന്നത് എനിക്ക് ആ മൊമെന്റിൽ. അതുവരെ എനിക്ക് ഞാൻ അമ്മയാവാൻ പോകുന്നു എന്നുള്ളതിന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബാക്കി ഇവരൊക്കെ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ആ ഒരു മൊമെന്റ് ഞാൻ ഹാർട്ട് ബീറ്റ് കണ്ട ആ ഒരു മൊമെന്റിലാണ് എനിക്ക് ശരിക്കും റിയലൈസ് ചെയ്തത് ഞാനൊരു അമ്മയാണ്. അത് ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. എനിക്ക് ചിരിയും വരുന്നുണ്ട്, എന്റെ കണ്ണും നിറയുന്നുണ്ട്. അന്ന് ഉണ്ണിയേട്ടനുണ്ടായില്ല, ആ സ്കാനിങ്ങിന് എന്റെ കൂടെ ഉണ്ണിയേട്ടനുണ്ടായില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അപ്പൊ ഉണ്ണിയേട്ടനായിരുന്നു. എനിക്ക് ഏട്ടനും ഇത് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വിളിച്ചിട്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ മാറിയിരുന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഏട്ടനോട് സംസാരിക്കുന്നത്. ഞാൻ കണ്ടു കുഞ്ഞാവിടെ ഹാർട്ട് ബീറ്റ് കണ്ടു, ഇങ്ങനെ ചാടി കളിക്കണുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ബേബി കറക്റ്റ് ആയിട്ട് ഫോം ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ആള്. പിന്നെ ഉണ്ണിയേട്ടൻ വരുന്ന സമയമാകുമ്പോഴേക്കും ബേബി കറക്റ്റ് ഫോം ചെയ്ത് ആള് നല്ല ചവിട്ടും ഇതൊക്കെ ആയിരുന്നു. 3 month 3 month ഒക്കെ 4th month ഒക്കെ ആവുമ്പോ 3 month കഴിഞ്ഞു. 4th month ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 4th month അതെ ആ സമയത്ത് ബേബി പിന്നെ ഭയങ്കര ചാട്ടവും ചവിട്ടുന്നൊക്കെ ഭയങ്കര മൂവ്മെന്റ്സ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഉണ്ണിയേട്ടൻ ഫസ്റ്റ് കാണുന്നത്. അതായിരുന്നു ഞാൻ ഹാർട്ട് ബീറ്റ് ആയിരുന്നു ഫസ്റ്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.